Hi my viewers, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റീപോർട്ടിംഗ് വീഡിയോ ആണ് ട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ട്ടോ. പിന്നെ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിവിടെ 3 പോട്ട് എടുത്തിട്ട് ആണ് ട്ടോ ചെയ്യുന്നത്. 3 ചെടികളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം പോട്ട് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം തന്നെ അതിന് ഡ്രെയിനേജ് ഹോൾ ഇല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ട്ടോ. അപ്പോൾ നമ്മൾ ചില പോട്ടൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ അതിൽ ഇങ്ങനത്തെ ഡ്രെയിനേജ് ഹോളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ മണ്ണ് ആദ്യം തന്നെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോപീറ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം ഈക്വലായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് 3ഉം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ മണ്ണൊക്കെ ഇളക്കിയെടുക്കുന്ന ടൈമിൽ നമുക്കതിൽ വേര് അതുപോലെ ഇലകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അങ്ങനെയുള്ളതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളപ്പൊടി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചാണകപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പോട്ടിലോട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3/4 ഭാഗത്തോളാണ് ആദ്യം തന്നെ നിറച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ നമ്മുടെ 3 പോട്ടും മണ്ണൊക്കെ നിറച്ച് കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് മാറ്റി നടേണ്ട ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ അടുത്ത വീടുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെടി കിട്ടുമ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കവറിലൊക്കെ ആക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഈ ഒരു പോട്ടിലോട്ട് മാറ്റി നടാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റാണ് എടുത്തത്. അപ്പോൾ അതിലുള്ള ആ ഇലയ്ക്ക് ഞാനങ്ങ് കളയാണ് കേട്ടോ. അത് ചീഞ്ഞ് നിൽക്കുന്ന ഒരു ഇലയായിരുന്നു. ഇനി ഇത് വേരൊന്നും പൊട്ടാതെ നമുക്ക് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെടികളാണ് കേട്ടോ. മണ്ണൊന്ന് കുറച്ച് എടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ഈ ചെടി അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ആ റൂട്ടൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കണം. മുഴുവനായും പോട്ടിൽ മണ്ണ് നിറയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ പുറത്തേക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ആ പ്ലാന്റിൻ്റെ ലീവിൽ കണ്ടോ 2 ഓട്ടയൊക്കെ വന്നിട്ടുണ്ട്. എന്തോ ഒരു പ്രാണി കടിച്ചതാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്തൊരു പ്ലാന്റ് എടുക്കുന്നത് ഇത് നമ്മുടെ ബ്രഹ്മിയാണ് കേട്ടോ. ബ്രഹ്മി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഇതുപോലെ തന്നെ പോട്ടിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തുള്ള കുറച്ച് മണ്ണൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്ത് കളഞ്ഞു കേട്ടോ. ഇതുപോലെ 2 ഇതിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മളൊരു പോട്ടിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിനും ഇതുപോലെ തന്നെ കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം. ബ്രഹ്മിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് നല്ലതാണല്ലോ. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാമല്ലോ അവർക്കൊക്കെ. ഇതിൻ്റെ ഇല വെറുതെ കഴുകിയിട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത പ്ലാന്റും കൂടി ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പം ഞാനിവിടെ പിന്നെ എടുത്തിട്ടുള്ളത് കറ്റാർ വാഴയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പോട്ട് പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് വന്നിട്ട് ഇതുപോലെ ചീഞ്ഞു പോയിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി കളയുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഈ പോട്ടിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ ആ തണ്ട് കളയൊന്നും വേണ്ട കേട്ടോ. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫേസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നിൽക്കും. അപ്പം അതിൻ്റെ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മണ്ണും കൂടിയും കവർ ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 3 പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീപോർട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ നമ്മളെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.